ഈ പയ്യനെന്ന് പറഞ്ഞാൽ കുടുംബത്തിൻ്റെ പ്രതീക്ഷയായിരുന്നു, ഏക ആശ്രയമായിരുന്നു ഈ പയ്യനെന്ന് പറയുന്നത്. അമർ ഇബ്രാഹിം. എൻ്റെ പേര് ഉല്ലാസ്. ഞാൻ ആ വാർഡിൻ്റെ മെമ്പറാണ്. ഒന്നാം വാർഡ്, വണ്ണപ്പുറം പഞ്ചായത്തിൻ്റെ 1-ാം വാർഡിലാണ് ഈ സംഭവം. ഞാൻ ആ വാർഡ് മെമ്പറാണ്. എൻ്റെ വാർഡിലെ പയ്യനാണ്. വനത്തിൽ വെച്ചാന്നാണ് പറഞ്ഞത്. വെച്ചാൽ ഈ പയ്യൻ്റെ വീട് വനത്തോട് ചേർന്നാണ്. കാരണം പുള്ളി വീട്ടിൽ നിന്ന് ഇറങ്ങണേ വനത്തിലേക്കാണ്. വനത്തോട് ചേർന്നാണ്. ഇപ്പോൾ വിളിക്കാം സാറേ, തിരിച്ചു വിളിക്കാം. മുമ്പും ഇവിടെ ഈ കാട്ടാനശല്യം രൂക്ഷമായിട്ട് കാട്ടാനശല്യമുള്ളൂ. ഇപ്പോഴും റോഡിലും ആൾക്കാരെ ജനവാസ മേഖലകളുടെയും കൃഷിസ്ഥലങ്ങളുടെയും ഫുൾ ടൈം ആനകളുണ്ട്. നിരന്തരമായ ആനശല്യമാണ്. ഈ ആനകളെ തുരത്താനുള്ള ഒരു നടപടി ഒരു ഭാഗത്തു നിന്ന് വനംവകുപ്പ് തുടങ്ങിയിരുന്നു, അവിടുന്ന് മാറ്റുമെന്നായിരുന്നു പറഞ്ഞത്. നമ്മൾ ഫെൻസിങ് പൂർത്തീകരിച്ച സ്ഥലത്ത് ഫെൻസിങ് പൂർത്തീകരിച്ചു. പിന്നെ ഒരു സംഭവം ഇട്ടായിരുന്നത് 1 സൈഡ് ഹാങ്ങിങ് ഫെൻസിങ്, അത് 2 സൈഡ് പ്രവർത്തനമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ നീണ്ടപാറ ആണെങ്കിലും നബാർഡിൻ്റെ ഒരു 40 ലക്ഷം രൂപ ഫെൻസിങ്ങിൻ്റെ പണിയൊക്കെ നടന്നു വരികയാണ് ചെയ്തത്. ഇതിപ്പോൾ വണ്ണപ്പുറം പഞ്ചായത്തിൽ 1-ാം വാർഡ്, വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ 1-ാം വാർഡിൽപ്പെട്ട സ്ഥലമാണ്. ആ സ്ഥലത്താണ് ഈ പയ്യൻ താമസിക്കുന്നത്. ആ പ്രദേശത്ത് വെച്ച് തന്നെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഞാനിത് കേട്ട വഴി പോരും. എനിക്ക് അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ സംഭവം നടന്നു പറഞ്ഞപ്പോൾ അപ്പം തന്നെ ഞാൻ വണ്ടി എടുത്ത് കൂടെ പോരും. ഏകദേശം 3-3:15 എന്നാണ് പറഞ്ഞു കേട്ടത്. കറക്റ്റ് ടൈം ആണോ എന്ന് അറിഞ്ഞുകൂടാ. കാരണം നമുക്ക് കറക്റ്റ് ടൈം പറയാൻ ഈ ഒരു സാഹചര്യത്തിൽ പറ്റില്ലല്ലോ. അപ്പോൾ ഏകദേശം ആ ഒരു ടൈമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. യെസ്, ഈ സ്ഥലത്തിന്റെ വാർഡ് മെമ്പറാണ് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് കുടുംബത്തിന്റെ ഏക ആശ്രയം, പക്ഷേ ഇവർ വനത്തോട് ചേർന്നാണ് താമസിക്കുന്നത്. വീട്ടിൽ നിന്നിറങ്ങിയാൽ മുമ്പിൽ വനമാണ് എന്ന തരത്തിലാണ് താമസിക്കുന്നത്. സിജോ വർഗീസ് വീണ്ടും ചേരുന്നുണ്ട്. സിജോ, വാർഡ് മെമ്പറാണ് സംസാരിച്ചത്. അദ്ദേഹം നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ധന്യ, വൈകിട്ട് 3 മണിയോട് കൂടിയാണ് ഈ വിവരം നാട്ടുകാർ അറിയുന്നത്. ഈ കാടിനോട് ചേർന്നുള്ള ഒരു പ്രദേശം തന്നെയാണ് ഈ സ്ഥലം. മുള്ളരിങ്ങാട് വണ്ണപ്പുറം പഞ്ചായത്തിലെ 1-ാം വാർഡിൽപ്പെട്ട സ്ഥലമാണ്. അവിടെയാണ് ഈ പശുവിനെ കാട്ടിന് സമീപത്ത് കെട്ടിയിട്ടുണ്ടായിരുന്നത്. അതിനെ അഴിക്കാനായി പോകുന്നതിനിടയിലാണ് ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. ഉടനെ തന്നെ അവിടെ നിന്ന് ഈ വിവരം നാട്ടുകാർ അറിഞ്ഞതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ തൊടുപുഴ ജില്ലാ ആശുപത്രിയിലേക്ക് അമർ ഇബ്രാഹിമിനെ എത്തിച്ചിരിക്കുന്നത്. ഏതാണ്ട് 22 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ ാണ്. ഈ പ്രദേശത്ത് മുമ്പും കാട്ടാനശല്യം അതിരൂക്ഷമാണ് എന്നുള്ള ഒരു വിവരങ്ങളാണ് ലഭിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഈ കരിക്കുളം ജില്ലാ ആശുപത്രിയിലേക്ക് ഈ യുവാവിനെ എത്തിച്ചിരിക്കുന്നത്.